സാധാരണ ഉണരുന്ന സമയത്തേക്കാൾ വളരെ വൈകിയാണ്. അവന്റെ കണ്ണുകൾ സൈഡിലേക്ക് ചെന്നു. അവിടെ ശൂന്യമായിരുന്നു. അതായത് കീർത്തി മുറിയിൽ ഉണ്ടായിരുന്നില്ല. അവൾ എപ്പോൾ എഴുന്നേറ്റ് പോയെന്ന് പോലും അവൻ അറിഞ്ഞില്ല. തനിക്ക് ഇത്രയും നന്നായി ഉറങ്ങാൻ കഴിയുമെന്ന് അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ ചിന്തിച്ച് പുറത്തിറങ്ങുമ്പോൾ അവിടെ സഞ്ജു ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അതവനെ കളിയാക്കാനായി മാത്രമായിരുന്നു. എന്റെ അമ്മേ, ഇതെന്താ ഞാനീ കാണുന്നത്? വൈകി ഉണരാനും നിനക്കറിയാമോ? ഇന്നലെ ആക്ച്വലി എന്താ സംഭവിച്ച ബ്രോ? നല്ല ടയേർഡാണെന്ന് തോന്നുന്നു. വരുൺ അവന്റെ കളിയാക്കൽ കേട്ട് രൂക്ഷമായി അവനെ തുറിച്ചു നോക്കി. പക്ഷെ അതൊന്നും സഞ്ജു മൈൻഡ് ചെയ്തില്ല. അവൻ അവന്റെ ടീസിംഗ് തുടർന്നു. ഞാൻ അങ്കിളായി എന്നുള്ള സന്തോഷ വാർത്ത ഉടൻ വരുന്ന ലക്ഷണമൊക്കെ കാണുന്നുണ്ടല്ലോ. ആ നടക്കട്ടെ. ആ ഗുഡ് ന്യൂസ് കേൾക്കുന്ന ഡേ ഉണ്ടല്ലോ, എന്റെ മോനെ, എന്റെ ഹാപ്പിയസ്റ്റ് ഡേ ആയിരിക്കും അത്. നിന്റെ ഈ വിടുവായത്ത് നിർത്തി വേഗം ഓഫീസിൽ പോകാനായിട്ട് റെഡിയാവും. വെയിറ്റ് ചെയ്ത് നിൽക്കാൻ എനിക്ക് സമയമില്ല. മീറ്റിങ്ങിന് ഓൾറെഡി ലേറ്റ് ആണ്. സഞ്ജു അവന്റെ വാക്കുകൾ കേട്ട് വേഗം അവിടെ നിന്നും പോയി. മീറ്റിങ്ങിന് പോകേണ്ടതിനാൽ വരുണും വേഗം റൂമിലേക്ക് വന്നു. കുറച്ചു കഴിഞ്ഞ് രണ്ടുപേരും റെഡിയായി ഹാളിലൂടെ പുറത്തേക്ക് പോകുന്നത് കീർത്തി കണ്ടു. അല്ല, നിങ്ങൾ രണ്ടുപേരും വാലിന് തീ പിടിച്ചതുപോലെ എവിടേക്കേ പോകുന്ന? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിൽക്കുന്നില്ലേ? ഫുഡ് കഴിക്കാതെ പോയ വിശക്കില്ലേ? എന്തെങ്കിലും കഴിച്ചിട്ട് പോ. വരുൺ നിന്നു. പക്ഷേ കീർത്തിയുടെ നേരെ തിരിഞ്ഞു നോക്കിയില്ല. സഞ്ജു അവന്റെ അടുത്തേക്ക് വന്ന് അവന്റെ ചെവിയിൽ മന്ത്രിച്ചു. ഇനി എന്ത് ചെയ്യും? വൈഫ് സ്നേഹത്തോടെ ഉണ്ടാക്കിയ പ്രഭാത ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നു, അതോ മീറ്റിങ്ങിന് പോകുന്നു? വരുൺ അവന്റെ വാക്കുകളോട് പ്രതികരിക്കാതെ പുറത്തേക്ക് നടന്നു. ഇത് കണ്ട സഞ്ജു കീർത്തിയോട് ഖേദം പ്രകടിപ്പിച്ച് വരുണിന്റെ പിന്നാലെ പോയി. അവൻ പോയതിനു ശേഷം ഡൈനിങ് ടേബിളിനടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ കീർത്തി പറഞ്ഞു, കഷ്ടം, എത്ര സ്നേഹത്തോടെ ഫുഡ് കഴിച്ചിട്ട് പോവാൻ ഞാൻ പറഞ്ഞത്. എന്നിട്ടും ഏത് ഭാഗത്തുനിന്നാ പറയുന്നതെന്നൊന്ന് നോക്കുക പോലും ചെയ്തില്ല. ഞാൻ ആർക്ക് വേണ്ടിയാ കഷ്ടപ്പെട്ട് ഇതൊക്കെ ഉണ്ടാക്കിയത്? ഇനിയിപ്പോ ഇതൊക്കെ ഞാൻ തന്നെ തിന്നു തീർക്കാം. ഉച്ചക്കത്തെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആയിക്കോട്ടെ. കീർത്തി ഭക്ഷണം കഴിക്കുന്ന തിരക്കിലായിരുന്നു. ആ സമയം സഞ്ജു ഓടി വന്ന് അവളോട് പറഞ്ഞു, മാം ബ്രേക്ക്ഫാസ്റ്റ് വേഗം പാക്ക് ചെയ്തോളൂ. സാർ പോകുന്ന വഴിയിൽ കാറിൽ വെച്ച് കഴിക്കാന്ന് പറഞ്ഞു. സഞ്ജു ഇത് പറഞ്ഞപ്പോൾ തന്നെ കീർത്തിയുടെ കണ്ണുകൾ തിളങ്ങി. അവൾ വേഗം എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. അവളുടെ കഠിനാധ്വാനം ഫലം ചെയ്യുന്നുവെന്ന് ഇപ്പോൾ അവൾ വിശ്വസിക്കാൻ തുടങ്ങി. അവളുടെ നിർവികാരനായ ഭർത്താവ് എന്തോ മാറുകയാണ്. മറ്റുള്ളവരെ വിലവെക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഞാനേ കീർത്തിയ, എന്റെ അടുത്ത് ആരെയും മാറ്റാനുള്ള മാജിക് ഉണ്ട് മിസ്റ്റർ റൂട്ട് കിങ് വരുൺ കിഷോർ. നിങ്ങളും മാറും. മാറാതെ എവിടെ പോവാൻ? അവൾ വേഗം ടിഫിൻ പാക്ക് ചെയ്ത് സഞ്ജുവിന് കൊടുത്തു. ടിഫിൻ എടുത്ത് അവളോട് ബൈ പറഞ്ഞ് അവൻ പോയി. കാറിൽ വരുൺ ഏതോ ഫയലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ടിഫിൻ എടുക്കാൻ പോയത് കാരണം നമ്മൾ ലേറ്റായി. ഇങ്ങനെയൊന്നും ഇതിനു മുൻപ് കണ്ടിട്ടില്ലല്ലോ. കീർത്തി കൊള്ളാം. അവന്റെ ഈ ചോദ്യത്തിന് വരുൺ അവനെ രൂക്ഷമായി നോക്കി. സഞ്ജുവിന് അവന്റെ ഈ ഭാവം തിരിച്ചറിഞ്ഞിരുന്നു. എന്നിട്ടും അത് കാര്യമാക്കാതെ പറഞ്ഞു, അല്ല, ടിഫിൻ പാക്ക് ചെയ്തൊക്കെ എടുക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാം. 5 മിനിറ്റ് ഒന്ന് ലേറ്റ് ആയ കൊല്ലാൻ വരുന്ന ആളാ. ഇതൊക്കെ കണ്ടിട്ട് കീർത്തിയുടെ മാജിക്കില വീണ ലക്ഷണമുണ്ട്. സഞ്ജു ഒരു കളിയാക്കൽ പുഞ്ചിരിയോടെ അവനെ നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അത് ശ്രദ്ധിക്കാതെ വിഷയം മാറ്റിക്കൊണ്ട് വരുൺ പറഞ്ഞു, നേരം വൈകിയ കാരണം ഇന്നത്തെ മീറ്റിംഗ് എങ്ങാനും ഫ്ലോപ്പ് ആയ അത് നിന്റെ ഇറസ്പോൺസിബിൾ ബിഹേവിയർ കൊണ്ടാണെന്ന് ഞാൻ പറയും. അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും നിന്റേതാണ്. നീ കാരണമാണ് സമയത്തിന് എത്താൻ പറ്റാത്തത്. ഇതെന്താ കഥ? നിനക്ക് ഫുഡ് എടുക്കാൻ പോയി നേരം വൈകിയതിന് കുറ്റം എനിക്കോ? നന്നായി. വരുൺ അവനെ രൂക്ഷമായി ഒന്ന് നോക്കിയപ്പോൾ സഞ്ജു നിശബ്ദനായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം അവർ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തെത്തി. വരുണിന്റെ കണ്ണിൽ ആശങ്കയുണ്ടെങ്കിലും മുഖത്ത് യാതൊരു എക്സ്പ്രഷനും ഉണ്ടായിരുന്നില്ല. അവർ ധൃതിയിൽ മീറ്റിംഗ് നടക്കുന്ന ഹാളിലേക്ക് പോയി. മറ്റൊരിടത്ത് കീർത്തി കോളേജിലെ എൻട്രൻസ് എക്സാം ഫോം വാങ്ങാനായി പോയതായിരുന്നു. ടീച്ചറെ കണ്ട് അവരോട് സംസാരിച്ച് ഫോം വാങ്ങി അതിനുശേഷം അത് പൂരിപ്പിച്ചു നൽകി. പിന്നെ അവിടെ നിന്ന് നേരെ ആനിനെ കാണാൻ പോയി. അവൾ ആനിന്റെ മുന്നിലിരുന്നു. എടി, ആളിപ്പോ എങ്ങനെ മാറ്റം ഉണ്ടോ? നീ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോ നല്ല റിസൾട്ട് ഉണ്ട്. നല്ല ബിഗിനിങ് ആണ്. എല്ലാം നമുക്ക് സെറ്റ് ആക്കാം. ക്ഷമയോടെ കാത്തിരുന്ന് ഞാൻ അവസാനം ശവപ്പെട്ടിയിലെത്തും. എന്റെ അന്നമ്മോ, അയാൾ എങ്ങനെയുള്ള ഒരു മനുഷ്യനാന്ന് എനിക്ക് ഇതുവരെ ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. അയാൾ ഇന്നേ വരെ ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് ഇഷ്ടത്തോടെ നോക്കിയിട്ടുണ്ടോന്ന് പോലും എനിക്ക് ഡൗട്ടാ. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നും ഞാൻ എടുക്കുന്ന ഈ എഫേർട്ടൊക്കെ വെറുതെയാന്ന്. സ്കൂളിലൊക്കെ ഞാനൊന്ന് വെറുതെ ചിരിച്ചാൽ തന്നെ
ചെറുക്കന്മാരെന്റെ പിന്നാലെ വരിവരിയായി നിൽക്കുമായിരുന്നു. അവന്മാരുടെ ശാപമാണെന്ന് തോന്നുന്നു. സ്വന്തം ഭർത്താവ് ഞാൻ തലകുത്തി മറിഞ്ഞിട്ട് മൈൻഡ് ചെയ്യാത്തത്. ആൻ അവളുടെ കോപ്രായങ്ങൾ കണ്ട് പുഞ്ചിരിച്ചു. കീർത്തി അവളുടെ നെറ്റിയിൽ കൈവച്ച് അവളുടെ നിരാശ പങ്കുവച്ചു. വിഷമിക്കാതെ നീ പെണ്ണെ, നീ ആദ്യം അയാളെ മനസ്സിലാക്കാൻ ശ്രമിക്ക. അവസരം കിട്ടുമ്പോഴൊക്കെ അവന്റെ അടുത്ത് പോയി സംസാരിക്ക. ആ ബെസ്റ്റ്. എടി, ഒരു പെൺകുട്ടി അടുത്ത് വന്നാലോ തൊട്ടാലോ സ്നേഹത്തോടെ സംസാരിച്ചാലോ ഒക്കെ നോർമൽ മനുഷ്യനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. പക്ഷെ ഈ മനുഷ്യന്, സോറി, അയാളൊരു മനുഷ്യനേ അല്ല, ഒരു റോബോട്ട്. അങ്ങനെ പറയുന്നതാ നല്ലത്. യാതൊരു വികാരവും ഇല്ലാത്തൊരു റോബോട്ട്. ആ അത് പറഞ്ഞപ്പോഴാ എന്റെ അന്നമ്മേ, നീ ആ കണ്ണൊന്ന് കാണണം. ശരിക്കും ഈ കഥകളിലൊക്കെ പറയുന്ന ഗന്ധർവനാണെന്നൊക്കെ തോന്നും. എന്നാലോ അതിൽ നിന്നുള്ള നോട്ടമോ മനുഷ്യനെ പച്ചയ്ക്ക് കത്തിക്കുന്നത് പോലെ. ഹോ, മടുത്തു. ഇത് അനുഗ്രഹമാണോ ശാപമാണോ ഒന്നും അറിയാത്ത അവസ്ഥയാ. കീർത്തി അത് പറയുമ്പോൾ ആൻ എന്തോ ആലോചിക്കുകയായിരുന്നു. നോക്ക് എടി, നീ എല്ലാ സ്റ്റെപ്സും ഒന്നും ട്രൈ ചെയ്യണമെന്നില്ല. പുള്ളി നിന്നെ എപ്പോഴും ഓർക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു പണി കൊടുത്തു നോക്ക്. മിക്കവാറും അതോടെ നിന്റെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ആവും. ഇന്ന് ഞാൻ അങ്ങനെ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട്. ഇന്ന് എന്തായാലും എന്നെ കുറിച്ച് ഓർക്കും. മിക്കവാറും ആ രാക്ഷസന്റെ മനസ്സിൽ ഇപ്പൊ ഞാൻ നൃത്തം ചെയ്യുന്നുണ്ടാവും. ഇത് പറഞ്ഞ് അവൾ ചിരിച്ചു. അവളുടെ വാക്കുകൾ കേട്ട് ആനും ചിരിച്ചു. മറുവശത്ത് മീറ്റിംഗ് കഴിഞ്ഞ് വരുൺ സഞ്ജുവിനൊപ്പം ക്യാബിനിലേക്ക് വന്നപ്പോൾ സഞ്ജു പറഞ്ഞു, വാ ബ്രോ, നല്ല വിശപ്പുണ്ട്, നമുക്ക് വേഗം ഫുഡ് കഴിക്കാം. അയാൾ തന്റെ മുന്നിലെ കസേരയിൽ ഇരുന്നു. വരുൺ അവനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അവൻ കീർത്തി കൊടുത്തുവിട്ട ബ്രേക്ക്ഫാസ്റ്റിന്റെ ബാഗ് എടുത്ത് അതിൽ നിന്നൊരു ടിഫിൻ ബോക്സ് എടുത്ത് വരുണിന് കൊടുത്ത് മറ്റൊന്ന് സ്വയം എടുത്തു. വരുൺ ബോക്സ് തുറന്നപ്പോൾ അതിലൊരു വെള്ള പേപ്പർ 4 മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ കൗതുകത്തോടെ അവൻ തുറന്നു. പക്ഷേ അത് ശൂന്യമായിരുന്നു. ഇത് കണ്ട് സഞ്ജു ചിരിച്ചു. പക്ഷെ ചിരി അടക്കി പിടിച്ച് അവന്റെ ബോക്സ് തുറന്നു. അതിലും ഒരു വെള്ള പേപ്പർ 4 മടക്കി വെച്ചിരുന്നു. അവൻ അതിലേക്ക് നോക്കി, പിന്നെ വരുണിനെയും നോക്കി. അവന്റെ കണ്ണുകൾ ആ പേപ്പറിൽ മാത്രമായിരുന്നു. സഞ്ജു ചിന്തിക്കാൻ തുടങ്ങി. ഈ കീർത്തി എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്? ഈ രാക്ഷസനെ കൊണ്ട് ഇന്ന് എന്നെ കൊല്ലിക്കാൻ വല്ല പ്ലാനും ഇട്ടിട്ടുണ്ടോ ആവോ? സ്നേഹത്തോടെ തന്നു വിട്ട് ഈ ഫുഡ് എന്റെ അന്ത്യത്താഴാവോ എന്തോ. സഞ്ജു പെട്ടെന്ന് പേപ്പർ എടുത്ത് തുറന്ന് അതിൽ എന്തോ എഴുതിയിരിക്കുന്നത് നോക്കി. വരുൺ രൂക്ഷമായി അതിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അവന്റെ ആ നോട്ടം കണ്ടതും പരിഭ്രമത്തോടെ സഞ്ജു ആ പേപ്പർ അവന് കൈമാറി. വരുൺ അത് വായിച്ചു. സഞ്ജുട്ടാ, നിങ്ങൾ അടിപൊളിയാ, നല്ലൊരു മനുഷ്യൻ. എനിക്ക് എന്തൊക്കെ ഹെൽപ്പാ ചെയ്തത്. ഏട്ടൻ എന്തായാലും നിങ്ങളുടെ ബോസിനെ പോലെയല്ല. ഫുഡ് ഇഷ്ടപ്പെട്ട പറയണേ. സ്റ്റേ ഹാപ്പി ആൻഡ് ഹെൽത്തി. ഹാവ് എ നൈസ് ഡേ. ഇത് വായിച്ച് അവൻ ദേഷ്യത്തോടെ സഞ്ജുവിനെ നോക്കി. അത് കണ്ടതും സഞ്ജു പെട്ടെന്ന് തന്നെ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, എന്റെ പൊന്നു ബ്രോ, എനിക്ക് ഈ ലെറ്ററുമായി യാതൊരുവിധ ബന്ധവും ഇല്ല. അവള് കാണിച്ചതിന് എന്നെ ഇട്ട് വലക്കല്ലേ. വരുൺ അവനെ നോക്കി കൈ കൊണ്ട് ആ പേപ്പർ ചുരുട്ടി മടക്കി ഡസ്റ്റ്ബിന്നിൽ ഇട്ടു. മുന്നിൽ വെച്ചിരുന്ന ടിഫിനിൽ നിന്ന് സാൻഡ്വിച്ച് എടുത്ത് കഴിക്കാൻ തുടങ്ങി. അവൻ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ സഞ്ജു ഒന്ന് ആശ്വസിച്ചു. അവന്റെ ടിഫിനിലേക്ക് ഫുഡ് എടുക്കാനായി കൈ നീട്ടി. പക്ഷേ അതിനു മുൻപ് വരുൺ അത് അവന്റെ നേരെ നീക്കി വെച്ചുകൊണ്ട് പറഞ്ഞു, പോയി നേരത്തെ പറഞ്ഞ ഫയൽ റെഡിയാക്ക്. ഇന്ന് വൈകുന്നേരമായിട്ടും റെഡി ആയില്ലെങ്കിൽ പിന്നെ രാത്രി നീ ഈ ഓഫീസിൽ തന്നെ കിടക്കേണ്ടി വരും. അവളുടെ ഒരു ഹാവ് എ നൈസ് ഡേ. വരുണിന്റെ ഈ പ്രവൃത്തിയിൽ സഞ്ജു അത്ഭുതത്തോടെ അവനെ നോക്കി. പക്ഷേ വരുണിന്റെ രൂക്ഷമായ നോട്ടവും വാക്കുകളും കേട്ട് തിരിച്ചൊന്നും പറയാൻ അവന് ധൈര്യം വന്നില്ല. ഒന്നും മിണ്ടാതെ അവൻ അവിടെ നിന്നും പോയി. പകൽ മുഴുവൻ വരുണന്റെ മനസ്സിൽ കീർത്തി ഉണ്ടായിരുന്നു. രാത്രി അവൻ വീട്ടിൽ വന്നപ്പോൾ കീർത്തി ഉറങ്ങുന്നതാണ് കണ്ടത്. അവൾ ഗാഠനിദ്രയിലായിരുന്നു. വരുണിന് ദേഷ്യം വന്നു. ഇന്ന് പകൽ മുഴുവനും അവന്റെ മനസ്സിനെ അസ്വസ്ഥതയിലാക്കിയവൾ ഇപ്പോൾ അവൾ സമാധാനമായി ഉറങ്ങുകയാണ്. അവൻ ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. വരുൺ അവളുടെ അടുത്തേക്ക് നീങ്ങി. പക്ഷേ അവളെ ഉണർത്തുന്നതിന് മുൻപ് അവന്റെ ശ്രദ്ധ സമീപത്ത് വെച്ചിരുന്ന ഒരു കുറിപ്പിൽ വീണു. അവൻ അതെടുത്ത് അതിൽ എഴുതിയിരിക്കുന്നത് വായിച്ചു. ഞാൻ ഭക്ഷണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതെടുത്ത് കഴിക്കേ. എന്നെ വിളിച്ച് ശല്യപ്പെടുത്തരുത്. നാളെ എനിക്ക് നേരത്തെ എഴുന്നേറ്റ് കോളേജിൽ പോണം. അതിനാൽ ഞാൻ ഉറങ്ങട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ നീ എന്നോട് ഇന്ന് കാണിച്ചതിന് ഉത്തരം പറയേണ്ടി വരും. ഇതും പറഞ്ഞ് അവൻ വാഷ്റൂമിലേക്ക് പോയി. കണ്ണടച്ചു കിടന്ന കീർത്തി ഒന്ന് ദീർഘനിശ്വാസം എടുത്തു. ഒന്ന് മെല്ലെ കണ്ണു തുറന്നു നോക്കി. വരുൺ തിരികെ വാതിൽ തുറക്കുന്നത് കണ്ട് അതേപടി കണ്ണുകൾ അടച്ചു കിടന്നു. വരുണും വാഷ്റൂമിൽ നിന്നിറങ്ങി ബെഡിൽ വന്ന് കിടന്നു. വരുൺ രാവിലെ കണ്ണു തുറന്നപ്പോൾ കീർത്തി ഉറങ്ങുന്നത് കണ്ടു. അവൻ ട്രാക്ക് സ്യൂട്ടും ഇട്ട് പുറത്തിറങ്ങി.
തിരിച്ചു വന്നപ്പോൾ കീർത്തി റൂമിലില്ലായിരുന്നു. കട്ടിലിന് മുകളിൽ വരുണിന് ധരിക്കാനുള്ള വസ്ത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അത് കണ്ട് അവൻ വാഷ്റൂമിലേക്ക് പോയി. കീർത്തി ഒളികണ്ണിട്ട് നോക്കിയപ്പോൾ വരുൺ വാഷ്റൂമിൽ പോയിരിക്കുന്നത് കണ്ടു. അവൾ സ്വയം പറഞ്ഞു, കീർത്തി തൽക്കാലം രക്ഷപ്പെട്ടു. ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കി വേഗം ഇവിടുന്ന് സ്കൂട്ടാവാം, അതാ നല്ലത്. തിരിച്ചു വരുമ്പോഴേക്കും ഈ ഭസ്മാസുരനെല്ലാം മറന്നിരിക്കുന്നത് പ്രതീക്ഷിക്കാം. വരുൺ വാഷ്റൂമിൽ നിന്ന് വന്ന് റെഡിയായി താഴേക്ക് ഇറങ്ങി വന്ന് നോക്കിയപ്പോഴും കീർത്തിയെ എങ്ങും കണ്ടില്ല. അവന് ദേഷ്യം വന്നു. ഈ സമയം വരെയും കീർത്തിയോട് ഒന്നും ചോദിക്കാൻ അവന് കഴിഞ്ഞില്ല. അതിൽ അവൻ വളരെയധികം അസ്വസ്ഥനായിരുന്നു. അവൻ കുറുപ്പേട്ടനെ വിളിച്ചു. കുറുപ്പേട്ടാ, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ? റെഡി ആയല്ലോ കുഞ്ഞെ, മാഡം എല്ലാം തയ്യാറാക്കി വെച്ചിട്ടാ പോയത്. ഇത്രയും പറഞ്ഞുകൊണ്ട് അയാൾ ഒരു പ്ലേറ്റ് എടുത്ത് അവന്റെ മുന്നിൽ വെച്ചു. നോക്കിയപ്പോൾ പ്ലേറ്റിനൊപ്പം ഒരു നോട്ടും ഉണ്ടായിരുന്നു. വരുൺ കുറുപ്പിനെ ഒന്ന് നോക്കിയപ്പോൾ അയാൾ അവിടെ നിന്നും പോയി. അദ്ദേഹം പോയതിനു ശേഷം അവൻ ആ നോട്ട് തുറന്നു നോക്കി. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ഇന്നലെ മുഴുവനും എന്നെക്കുറിച്ച് ചിന്തിക്കുകയല്ലായിരുന്നു. ഇതിനുത്തരം നിങ്ങൾ എന്നോട് പറയില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഇപ്പോ ലൈഫില് എന്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി വരുൺ തന്നെയാ. ഇന്നലെ ചുമ്മാ ഒരിച്ചിരി പൊസസീവ് ആകാൻ ഒരു തമാശ ഒപ്പിച്ചതാ. ഇത് വായിച്ച് അവൻ ചെറുതായി പുഞ്ചിരിച്ചു. തന്റെ മുന്നിൽ വെച്ച ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങി. ദൂരെ നിന്ന് തന്നെ സഞ്ജു വരുൺ ചിരിക്കുന്നത് കണ്ടു. അവനെ കണ്ടതും വരുൺ തന്റെ ഭാവം നിയന്ത്രിച്ചു. വൈകുന്നേരം വരുൺ ഓഫീസിൽ നിന്നും വന്ന് ഹാളിൽ ഇരുന്നു. സഞ്ജു അവന്റെ തൊട്ടടുത്തുള്ള സോഫയിലിരുന്നു. അവരിരുവരും എന്തൊക്കെയോ ചർച്ച ചെയ്യുകയായിരുന്നു. അതിനിടയിൽ അമൽ അങ്ങോട്ട് വന്ന് ഒരു വാർത്ത പറഞ്ഞു. ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ ആ പ്രൊജക്ട് നിർത്തേണ്ടി വന്നിരിക്കുന്നു. അവന്റെ വാക്കുകൾ കേട്ട് സഞ്ജു വരുണിനെ നോക്കി. അവൻ വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു, പക്ഷേ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. നമുക്ക് അവിടെ പോണം. എത്ര ദിവസത്തേക്ക് പ്ലാൻ? വരുൺ അമലിന്റെ ചോദ്യത്തിന് മറുപടി പറയും മുൻപേ കീർത്തി അവിടെ എത്തി. മൂവരും അവളെ നോക്കി. കീർത്തി തന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നത് വരുൺ കണ്ടു. കീർത്തി അവന്റെ അടുത്ത് വന്ന് അവനോട് പറഞ്ഞു, ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇഷ്ടപ്പെടുവോ ഇല്ലയോന്ന് അറിയില്ല. അവൾ അവസാന വരി പതുക്കെ പറഞ്ഞതാണെങ്കിലും പക്ഷെ വരുൺ അത് കേട്ടിരുന്നു. അവൻ കൂർത്ത കണ്ണുകളോടെ അവളെ നോക്കി. പക്ഷേ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ദേഷ്യപ്പെടരുത് കേട്ടോ. ഇത് പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ മുന്നിൽ ഒരു പെയിന്റിംഗ് വെച്ചു. ഒരുപാട് നിറങ്ങളുള്ള വളരെ മനോഹരമായ ഒരു പെയിന്റിംഗ് ആയിരുന്നു അത്. പെയിന്റിംഗ് കാണിക്കുമ്പോൾ കീർത്തി വളരെയധികം സന്തോഷവതിയായിരുന്നു. എന്റെ അപ്പു വരച്ചതാ. ഞാനതെന്റെ മുറിയിൽ വെക്കാന്ന് അവനോട് വാക്കു കൊടുത്തുപോയി. പ്ലീസ് നിരസിക്കരുത്. ഞാനത് നമ്മുടെ മുറിയിൽ വെച്ചോട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവനെ നോക്കാൻ തുടങ്ങി. വരുൺ അവളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അവൻ നിറങ്ങളെ വെറുക്കുന്നുവെന്ന് സഞ്ജുവിനും അമലിനും അറിയാമായിരുന്നു. അവന്റെ പ്രതികരണം എന്തായിരിക്കുമെന്നറിയാൻ അവരും കാത്തുനിന്നു.